തിരുവനന്തപുരത്തെ പ്രശസ്തമായൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണിത്. പാളയത്തെ സാഫല്യം കോംപ്ലക്സ് കണ്ണായ സ്ഥലത്തുള്ളൊരു കോംപ്ലക്സാണ്. ഇപ്പോൾ നമ്മൾ സുന്ദരമായ ദൃശ്യമാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ മുകൾ നിലയിൽ, അതായത് ഏതാണ്ട് ഇതിൻ്റെ പൊക്കത്തെ മൂന്നാമത്തെ നിലയിലേക്ക് ഉള്ള കാര്യം ഇത്ര സുന്ദരമായ കാഴ്ചയല്ല. അവിടെ എനിക്കുണ്ടായൊരു അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം മേയർ ഇത് ശ്രദ്ധിക്കുകയും വേണ്ട പരിഹാരം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. സാഫല്യം കോംപ്ലക്സിൻ്റെ മൂന്നാമത്തെ നിലയിലാണ്. ഇവിടെ ഒരു VMD ചാനലിൻ്റെ ഒരു ഓഫീസുണ്ട്. തൊട്ടടുത്ത് ഒരു ഓഫീസ്, അതിപ്പോൾ പല ഓഫീസും പ്രവർത്തന രഹിതമല്ല, ചിലതൊക്കെ അടച്ചു പോയതാണ്. ഇത് ഒരു ജപ്തി നോട്ടീസ് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചാനലിൻ്റെ ഓഫീസും തൊട്ടടുത്ത് അവിടെ ഒരു തയ്യക്കട പ്രവർത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെയുള്ളത് ഇവിടുത്തെ അവസ്ഥ കണ്ടല്ലോ, വളരെ മോശമാണ്. ഇവിടെ ഒരു പെർഫെക്റ്റ് ടൈലറിങ് ലേഡീസ് ജെൻസിനൊക്കെ ഉള്ളതാണ്. ഇവരുടെ വാടക വാങ്ങുന്നത്, ഇവിടുത്തെ ക്ലീനിങ് ഉൾപ്പെടെയാണ് ഈ കോംപ്ലക്സിൽ വാടക വാങ്ങുന്നത്. വളരെ ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് കണ്ടോ, വേറും ചപ്പും ചവറും വാരിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, അത് ക്ലോസ്ഡാണ്. എന്തോ പണി എന്ന് പറഞ്ഞ് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ അനാസ്ഥ കാരണം പല ഷോപ്പുകളും പലരും ഇത് ഉപേക്ഷിച്ച് പോയി. ഇനി ഇതിൻ്റെ അവസ്ഥ താഴെ ഒരു രണ്ടാമത്തെ നിലയിൽ, അവിടെ നിന്ന് താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ബാത്റൂമുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. കാരണം ഇവിടെ വാടക അവരുടെ കൈവശം, അതായത് ഈ വാടകക്കാരുടെ കൈവശം ഒരു താക്കോലുണ്ട്. അപ്പോൾ അത് തുറന്ന് വേണം കാര്യം സാധിക്കാൻ. അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ വെള്ളമില്ല, പൈപ്പിൽ വെള്ളമില്ല. പിന്നെയുള്ളത് ഈ ബാത്റൂമാണ്. ബാത്റൂം ഇവിടെ ഈ വരുന്ന പിള്ളേരും കടക്കാരും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഗതി. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് അകത്ത് നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന്. ഇതാ, ഇവിടെയും വെള്ളമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിലൊന്നും വെള്ളമില്ല. ഉപയോഗിച്ചാൽ ഇതന്നെ പൈപ്പിലൊന്നും വെള്ളമില്ല. എന്നാ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള വെള്ളം ജസ്റ്റ് തുറന്നപ്പോൾ ഒന്ന് ഓപ്പണായി, അതവിടെ നിന്ന് തീർന്നു. വെള്ളമില്ല, നിറച്ച് വെച്ചേക്കാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വാടക കൊടുക്കുകയും വേണം. എന്നാലും ലൈറ്റ് വെളിച്ചമുണ്ട്. ലൈറ്റ് ഇങ്ങനെ ട്യൂബ് ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് സാഫല്യം കോംപ്ലക്സിൻ്റെ വളരെ ശോചനീയമായ ദയനീയ അവസ്ഥ. അവിടെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പുറത്ത് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നൊരു വ്യാപാര നഗരത്തിലെ വളരെ കൊട്ടിഘോഷിച്ച തുടക്കത്തിൻ്റെ ഉണ്ടായിരുന്നൊരു വലിയ വ്യാപാര സ്ഥാപനമാണ് നമ്മുടെ ഈ സാഫല്യം കോംപ്ലക്സ്. അവിടുത്തെ ശൗചാലയത്തിൻ്റെ ദയനീയ അവസ്ഥയാണ് നമ്മളീ പങ്കുവച്ചത്. ഇപ്പോൾ ഭരിക്കുന്നത് നമ്മുടെ കോർപ്പറേഷൻ BJP കോർപ്പറേഷനാണ്. VV രാജേഷാണ് മേയർ. അദ്ദേഹത്തിന് നമുക്ക് അഭ്യർത്ഥിക്കാം, കാര്യങ്ങൾ നടക്കുമെന്ന് നോക്കാമല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ വരുന്നൊരു കോംപ്ലക്സിൻ്റെ ഭാഗമാണിത്, നമ്മുടെ സാഫല്യം കോംപ്ലക്സ്. ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ വരുന്ന, ചെറിയ കുട്ടി മുതൽ വലിയ ആൾക്കാർ വരുന്നൊരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ദയനീയ അവസ്ഥയാണിത്. അവിടുത്തെ ശൗചാലയം വളരെ മോശമാണ്, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇത് നമ്മുടെ പുതിയ മേയർ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മേയറുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്
പരാതിപ്പെടാൻ പല കടക്കാർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് വിചാരിച്ച് പലരും ഇത് പരാതിപ്പെടാൻ തന്നെ മടിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മളൊരു സുഹൃത്തിനെ കാണാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. സാധാരണ എല്ലാവർക്കും താഴത്തെ ഭംഗി ഉള്ള കാഴ്ച അറിയൂ. മുകളിലത്തെ നില പലതും ഈ പറഞ്ഞ പോലെ വേക്കൻ്റാണ്, ചിലതൊക്കെ ഗോഡൗൺ ആണ്, ചിലർക്ക് ഇത് വിലയ്ക്ക് വാങ്ങി. അങ്ങനെ പലരും ഈ പറഞ്ഞതുപോലെ അവരുടെ സ്വന്തം വകയായതുകൊണ്ട് ഈ പലർക്കും അവിടെ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് പലരുടെയും മക്കൾക്ക് അറിയില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ സംസാരം.